വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് അഥവാ പോണോഗ്രാഫിയിൽ നിന്ന് വിടുതൽ. ചില നാളുകൾക്ക് മുന്നമേ ഒരു യാത്രയിൽ ഒരു സ്ഥലത്തൊരു എയർപോർട്ടിൽ എത്തി. അതിനുശേഷം അവിടെ ആ പട്ടണത്തിൽ എനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലം വരെ യാത്ര ചെയ്യുവാൻ വേണ്ടി ഞാനൊരു ടാക്സി എടുത്തു. ആ ടാക്സിയിൽ കയറി ടാക്സി ഓടിക്കുന്ന ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. ഒരു 60 വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നോടുള്ള സമീപനങ്ങൾ വ്യത്യാസപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, പറയുക. സാറേ, എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അപ്പോഴേക്കും തൻ്റെ മുഖഭാവമെല്ലാം മാറി. ഒരു സങ്കടവും ഒരു ദുഃഖവും ഒക്കെ മുഖത്ത് പ്രകടമായി. എന്നിട്ട് ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം പറയുന്നത്, എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, അതൊന്ന് മാറാൻ പ്രാർത്ഥിക്കുമോ? ഞാൻ ചോദിച്ചു, അതെന്താണ് ആ വൃത്തികെട്ട സ്വഭാവം? പറയട്ടെ. ഞാൻ പറഞ്ഞു, പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോണിൽ ഞാൻ മോശമായ ചിത്രങ്ങൾ കാണുന്നു എൻ്റെ സാറേ. ആവശ്യമില്ലാത്ത വീഡിയോകളെല്ലാം കാണുകയാണ്. ഇത് നിർത്തണമെന്ന് വിചാരിച്ച് ഒത്തിരി പ്രാവശ്യം നിർത്തി. പിന്നെയും ഇതിൽ വീഴുന്നു. ആണ്ടുകൾ കഴിഞ്ഞു, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒഴുകുവാൻ തുടങ്ങി. ഈ വൃത്തികെട്ട സ്വഭാവത്തിന് അടിമകളായിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകം മുഴുവനുണ്ട്. ഇദ്ദേഹത്തിന് ഇതിനോട് വെറുപ്പൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. തനിക്ക് സങ്കടവും ദുഃഖവും കരച്ചിലും ഒക്കെയായി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹവുമായിരിക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അവരത് ആഗ്രഹിക്കുന്നുമില്ല. അവരിതിൽ നിന്ന് ലഭിക്കുന്ന സുഖം ദിനംതോറും അതിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കെടുതി കൊണ്ടുവരുന്ന, നാശം കൊണ്ടുവരുന്ന, അകാലത്തിൽ എന്തിനേറെ പറയുന്നു, മരണം വരെ കൊണ്ടുവരുന്ന ഒരു ഗുരുതരമാകുന്ന ആന്തരിക പ്രശ്നമാകുന്നു ഈ അടിമത്വം എന്ന് പറയുന്നത്. പോണോഗ്രാഫി എന്ന് പറയുന്ന അടിമത്വം. നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ ടാബ്ലറ്റ്, നിങ്ങളുടെ ലാപ്ടോപ്പ്, ഇതിലൂടെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ മോശമായ നഗ്ന ചിത്രങ്ങൾ, നഗ്നത നിറഞ്ഞ വീഡിയോകൾ കാണുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ അധികകാലം ഈ സുഖങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുകയില്ല. ഈ സുഖങ്ങൾ അസുഖങ്ങളാകുന്ന ദിവസം അടുത്തു വരികയാണ്. അതിനു മുന്നമേ ഇതിൽ നിന്ന് രക്ഷപ്പെടുക. ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില താക്കോലുകൾ നൽകി തരും. ആ താക്കോലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. ഉറപ്പായിട്ടും പുറത്തു വരുവാൻ കഴിയും. തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് അതിൻ്റെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ വ്യാജാത്മാക്കൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലെ ഒരു ട്രാൻസ്ലേഷനിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെഡ്യൂസിങ് സ്പിരിറ്റ് എന്നാണ്. ഈ സെഡ്യൂസിങ് എന്ന് പറയുമ്പോൾ വശീകരിക്കുന്ന ആത്മാവ്. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരാത്മാവ്, ഒരു പ്രധാനപ്പെട്ട ദുരാത്മാവാണ് ആളുകളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വശീകരിക്കുന്ന ദുരാത്മാവ്, സെഡ്യൂസിങ് സ്പിരിറ്റ്. ഈ സെഡ്യൂസിങ് എന്നുള്ള വാക്കിന്
യവനായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കൊക്കെ ചേർത്ത് വെച്ച് പഠിക്കുകയാണ് എങ്കിൽ ലൈംഗികതയ്ക്ക് വേണ്ടി ഒരു ദേശത്തു നിന്ന് അടുത്ത ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അനവധി ആളുകളുമായിട്ട്, അനവധി ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വാക്കുകൂടെ ഈ സെഡ്യൂസിങ്ങിന്റെ പിന്നിൽ ഉണ്ട്. വശീകരിക്കുന്ന ദുരാത്മാവ്. ഇനി പോണോഗ്രാഫി എന്ന വാക്ക്, ആ വാക്ക് യവനായ ഭാഷയിലെ പ്രോണി എന്ന വാക്കിൽ നിന്നും ഗ്രാഫെയിൻ എന്ന വാക്കിൽ നിന്നുമാണ് ഈ പോണോഗ്രാഫി എന്ന വാക്ക് വന്നിരിക്കുന്നത്. പോണോഗ്രാഫി എന്ന് പറയുമ്പോൾ പ്രോണി എന്നതിന് പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യ എന്ന അർത്ഥമാണ് യവനായ ഭാഷയിലുള്ളത്. ഗ്രാഫെയിൻ എന്ന് പറയുമ്പോൾ എഴുതുക, ടു റൈറ്റ്. വേശ്യയെക്കുറിച്ച് വരയ്ക്കുന്ന ഏത് ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അന്ന് അവര് പോണോഗ്രാഫി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഇന്നത് ലോകവ്യാപകമായിട്ട് ആധുനികമാകുന്ന ഈ എക്യുപ്മെന്റുകളിലൂടെ വളരെ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ഇന്ന് ഏകദേശം $30 ബില്യൺ ബിസിനസ്സായിട്ട്, ആനുവലി $30 ബില്യൺ ബിസിനസ്സായിട്ട് പോണോഗ്രാഫി ബിസിനസ് മാറിയിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്ന അനേകർ അവരറിയാതെ രഹസ്യമായിട്ട് ഇതിന് അടിമകളായി തീർന്നിരിക്കുകയാണ്. ഈവൻ ദൈവമക്കൾ എന്ന് പറയുന്ന അനേകർ അവര് ആരും അറിയാതെ ഇത്തരത്തിലുള്ള കാര്യത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ മറ്റാർക്കും അറിയത്തില്ല, അവരുടെ ഏകാന്തതയിൽ, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഈ കാര്യത്തിന് അവരടിമകളായി തീരുകയാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഈ ഫോണിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ചോദിക്കാത്ത കാര്യങ്ങൾ ചാടിക്കയറി വരും. കണ്ടു തുടങ്ങുമ്പോൾ അറിയാതെ കണ്ണങ്ങ് പതിഞ്ഞു പോകും. പിന്നെ കണ്ണെടുക്കുന്നത് ചിലപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. അതിനുശേഷം പിന്നെയും ഇത് തട്ടി നീക്കി അടുത്തതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും. ഒരു പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ഈ സംവിധാനങ്ങൾക്ക്, ഈ എക്യുപ്മെന്റുകൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾക്കെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള അരൂപികൾക്ക് ഇതെല്ലാം മനസ്സിലാകും. അപ്പോൾ അവർ നിങ്ങളുടെ ഫോണിലേക്ക് വീണ്ടും 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 ഇത്തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആവർത്തിച്ച് ഇത് കാണും, കണ്ട് ഇതിന് അടിമകളായി തീരുകയാണ്. കേവലം ഇത് ഒരു ഫോൺ കയ്യിലിരിക്കുന്നത് കൊണ്ടോ ഒരു ടാബ്ലറ്റ് കയ്യിലിരിക്കുന്നത് കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇത് വളരെ തന്ത്രപരമാകുന്ന, പൈശാചികമാകുന്ന ഒരാക്രമണമാകുന്നു. മനുഷ്യരാശിയെ മുഴുവൻ തകർത്തു കളയുവാൻ വേണ്ടി, നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയുള്ള ഒരു പൈശാചിക ആക്രമണമാകുന്നു. അതിൻ്റെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്. ഫോണോഗ്രാഫിയുടെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്. വ്യത്യസ്തമാകുന്ന ദുരാത്മാക്കൾ സംഘം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ദുരാത്മാക്കൾ പ്രവർത്തിക്കുമ്പോൾ അവരെപ്പോഴും ഒരു ടീമായിട്ടാണ്, സംഘം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയും നമുക്ക് ഒരു സംഘം ദുരാത്മാക്കളെ കാണുവാൻ കഴിയും. അതിൻ്റെ പിന്നിലുള്ള ഹെഡ് ഡീമൺ എന്ന് പറയുന്നത്, തലപ്പത്തിരിക്കുന്ന ദുരാത്മാവെന്ന് പറയുന്നത് വേശ്യാവൃത്തിയുടെ ദുരാത്മാവാകുന്നു. സ്പിരിറ്റ് ഓഫ് ഹാർലറ്ററി ആകുന്നു ഹെഡ് ഡീമൺ. വേശ്യാവൃത്തി ദുരാത്മാവിൻ്റെ കീഴിൽ ലൈംഗിക വൈകൃതത്തിന്റെ ദുരാത്മാവ്, ലൈംഗിക അശുദ്ധിയുടെ ദുരാത്മാവ്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫോണിക്കേഷൻ എന്നും അഡൾട്ടറി എന്നും പറയേണ്ടത് ആവശ്യമാണ്. വിവാഹത്തിന് മുൻപുള്ള ഫോണിക്കേഷൻ, വിവാഹത്തിന് ശേഷമുള്ളത് അഡൾട്ടറി, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്, സ്വയഭോഗത്തിന്റെ ദുരാത്മാവ്. ഈ ഫോട്ടോഗ്രാഫി ഉടനടി കൊണ്ടുവരുന്ന ഒരു ലൈംഗിക പാപമാണ് സ്വയഭോഗം എന്ന് പറയുന്നത്. ഇത് കാണുന്നു, സ്വയഭോഗത്തിലേക്ക് പോകുന്നു, ഇത് കാണുന്നു, സ്വയഭോഗത്തിലേക്ക് പോകുന്നു. ഇതൊരു വലിയ സൈക്കിളാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്തതുപോലെ ഈ ചക്രത്തിനകത്ത് ഈ വ്യക്തികൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോമോസെക്ഷുവാലിറ്റിയുടെ ദുരാത്മാവ്, മൃഗഭോഗത്തിന്റെ ദുരാത്മാവ് തുടങ്ങിയ ദുരാത്മാക്കൾ സംഘം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. വേശ്യാവൃത്തിയുടെ ദുരാത്മാവിന്റെ കീഴിൽ
ലൈംഗിക വൈകൃതത്തിന്റെ ദുരാത്മാവ്, ലൈംഗിക അശുദ്ധിയുടെ ദുരാത്മാവ്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്, സ്വയഭോഗത്തിന്റെ ദുരാത്മാവ്, ഹോമോസെക്ഷുവാലിറ്റിയുടെ ദുരാത്മാവ്, മൃഗഭോഗത്തിന്റെ ദുരാത്മാവ്, അങ്ങനെ തുടങ്ങി ഒരു സംഘം ദുരാത്മാക്കൾ ചേർന്ന് മനുഷ്യരെ ഈ വലിയ കുരുക്കിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ രക്ഷപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ കണ്ണുകൾ വളരെ വലിയൊരു അനുഗ്രഹമാകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാകുന്നു കണ്ണ്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ 22 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണു ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണു കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടത്ര വലിയത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ഈ കണ്ണ് ഒരു ക്യാമറ പോലെയാകുന്നു. നിങ്ങളുടെ തലച്ചോറാണ് കാണുന്നത്. കണ്ണും അകത്തുള്ള സംവിധാനങ്ങളും എല്ലാം ചേർന്ന് തലച്ചോറും ചേർന്നാകുന്നു നമ്മൾ കാണുന്നത്. അതിൽ കണ്ണെന്ന് പറയുന്നത് ക്യാമറ പോലെയാകുന്നു. ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ കണ്ണ് കാണുന്നില്ല, തലച്ചോറാണ് കാണുന്നത്. കണ്ണിൽ നിന്ന് ഒരു ചിത്രം, ഒരു ഇമേജ് തലച്ചോറിൽ എത്തിച്ചേരുവാൻ വേണ്ടി 13 മില്ലി സെക്കൻഡ്സ് മതി. 13 മില്ലി സെക്കൻഡ്സ് കൊണ്ട് കണ്ണ് കാണുന്ന ഒരു ചിത്രം തലച്ചോറിൽ എത്തിച്ചേരുകയാണ്. തലച്ചോറിൽ അത് എത്തിച്ചേരുമ്പോൾ തലച്ചോറ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് തലച്ചോറിൽ, ആ ചിത്രം തലച്ചോറിൽ നിക്ഷേപിക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റോർ ചെയ്യാതെ തലച്ചോറിന് കാണുവാൻ കഴിയുകയില്ല. ഒരു വലിയ കാര്യങ്ങളാണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചിത്രം കാണുമ്പോൾ, ഒരാളെ കാണുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ, ഒരു സ്ഥലം കാണുമ്പോൾ, ഒരു യാത്ര ചെയ്യുമ്പോൾ, ഇരുവശത്തുമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, ഇങ്ങനെ ഒരു വലിയ പ്രക്രിയ നിങ്ങളുടെ കണ്ണും തലച്ചോറും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തലച്ചോറ് ഈ കാര്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇവിടെയാണ് പോണോഗ്രാഫിയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇതിൽ നിന്നൊരാൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പിന്നിലെ ഗുരുതരമാകുന്ന സംഘർഷം എന്താണെന്നറിയാമോ? തലച്ചോറ് ഈ ചിത്രങ്ങളും വീഡിയോകളും സ്റ്റോർ ചെയ്യുന്നു. ഇനി കാണണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും കണ്ണിന്റെ മുൻപിൽ ഈ ചിത്രങ്ങൾ വരികയാണ്. നേരത്തെ കണ്ട ചിത്രങ്ങളും നേരത്തെ കണ്ട വീഡിയോകളും കണ്ണിന്റെ മുൻപിൽ വരികയാണ്. അത് പിന്നെയും വരുന്ന സന്ദർഭത്തിൽ വീണ്ടും പരീക്ഷകൻ വരുന്നു. പരീക്ഷണമായി അതിൻ്റെ പിന്നിലുള്ള ദുരാത്മാക്കൾ അകത്തിരിക്കുകയാണ്. അവ സമ്മർദ്ദം ചെലുത്തുവാൻ തുടങ്ങും, വീണ്ടും വീഴുകയാണ്. ആവർത്തിച്ച് ആളുകൾ നിർത്തുന്നു. 2 മാസം കഴിഞ്ഞ് പിന്നെയും ഇതിലേക്ക് തന്നെ വീഴുന്നു, വീണ്ടും നിർത്തുന്നു, വീണ്ടും ഇതിലേക്ക് തന്നെ വീഴുന്നു. ഇതിൽ നിന്ന് പുറത്തു വരണം, തീർച്ചയായിട്ടും പുറത്തു വരണം, തീർച്ചയായിട്ടും പുറത്തു വരണം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഈ വാക്യം ശ്രദ്ധിക്കുക. 2 പത്രോസ് 2:19-20. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമേറിയ തീരുമാനങ്ങൾ എടുക്കണം. ഇതിൽ നിന്ന് പുറത്തു വരണം. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്തു വരണം. പുറത്തു വരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? 1-ാമത്തെ പരിണിത ഫലം, പോണോഗ്രാഫിയിൽ തന്നെ നിങ്ങൾ തുടരുകയാണെങ്കിൽ അതിൻ്റെ സുഖമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയത്തില്ല. അത് കാണുന്നു, സ്വയഭോഗം ചെയ്യുന്നു, മറ്റ് ലൈംഗികമാകുന്ന വൈകൃതങ്ങളിൽ ഏർപ്പെടുന്നു. എന്തായിരിക്കും പരിണിത ഫലം? വിതയും കൊയ്ത്തും. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ
നിങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ കൊയ്തിരിക്കും. വിതയ്ക്കുന്നത് വളരും, വളർച്ച എവിടെ എത്തിക്കും? കൊയ്ത്തിലെത്തിക്കും. വിതയും കൊയ്ത്തും. മറ്റൊരു പരിണിത ഫലമാകുന്നു വൈകാരിക സംഘർഷങ്ങൾ. അകത്തു ഭയങ്കര ആന്തരിക സംഘർഷങ്ങളായിരിക്കും. സംതൃപ്തി ലഭിക്കുകയില്ല. ലൈംഗിക മേഖലയിൽ സംതൃപ്തി ലഭിക്കുകയില്ല. വീണ്ടും വീണ്ടും കാണുകയാണ്. ചില യൗവനക്കാരൊക്കെ പറയുന്നത് ഒരു രാത്രിയിൽ അവര് 10ഉം 20ഉം സൈറ്റുകളിൽ പോയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. തൃപ്തി വരുന്നില്ല. അടുത്ത ദിവസവും കാണുകയാണ്. തൃപ്തി വരുന്നില്ല. ആന്തരികമാകുന്ന സംഘർഷങ്ങളായി വൈകാരിക സംഘർഷങ്ങൾ. ആ വൈകാരിക സംഘർഷങ്ങളിൽ സന്തോഷം വൈകാരിക കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതാണ്. സന്തോഷം വൈകാരിക കേന്ദ്രത്തിന്റെ തലപ്പത്തു നിന്ന് താഴെ പോകും. മറ്റു പല വികാരങ്ങളും കയറി മുകളിലിരിക്കും. ആ വികാരങ്ങൾക്കും നിങ്ങളൊരു അടിമയായി തീരും. വേറൊന്ന്, മറ്റൊരു പരിണിത ഫലം കുറ്റബോധം, കണ്ടംനേഷൻ, സെൽഫ് കണ്ടംനേഷൻ, ലജ്ജ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തെ പിന്തുടരും. ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് സുബോധമുള്ള ഒരു വ്യക്തിക്ക് കുറ്റബോധം തോന്നും, നാണക്കേട് തോന്നും, ലജ്ജ. എന്താ ഞാൻ ഈ ചെയ്യുന്നത്? എന്നെ കൊണ്ടുപോയി ടാക്സി ഡ്രൈവർ പറഞ്ഞത് കേട്ടില്ലേ? വൃത്തികെട്ട സ്വഭാവത്തിന്. അദ്ദേഹം ഇത് കാണുന്നു. കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. കണ്ടിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ട കാര്യത്തെക്കുറിച്ചുള്ള തൻ്റെ അവലോകനം എന്താണ്? താൻ പറയുന്ന നിരൂപണം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് വൃത്തികെട്ട സ്വഭാവം. ഇനി ഏറ്റവും ഗുരുതരമാകുന്ന ഒരു പരിണിത ഫലമാണ് ദുരാത്മാക്കളുടെ പീഡനം. ഇത് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഈ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ദുരാത്മാക്കൾ ഇരച്ചു കയറും. ഞാൻ പറഞ്ഞ ആ ദുരാത്മാക്കൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി നിങ്ങളിൽ പാർക്കുവാൻ തുടങ്ങും. മാത്രവുമല്ല, ലൈംഗിക ദുരാത്മാക്കൾ മാത്രമല്ല അകത്ത് കയറുന്നത്, പിന്നീട് മറ്റു പല ദുരാത്മാക്കളും ഉള്ളിൽ പ്രവേശിക്കും. അതിലൊരു പ്രധാന മേഖലയാണ് രോഗങ്ങളുടെ മേഖല. നിങ്ങളുടെ അവയവങ്ങൾക്ക് കേടുവരുത്തുന്ന ദുരാത്മാക്കൾ അകത്ത് പ്രവേശിക്കും. എനിക്ക് ഈ മേഖലയിൽ സംഘർഷം നേരിട്ട അനേകരുമായിട്ട് സംസാരിക്കുവാനും അവരെ പ്രാർത്ഥനയിൽ സഹായിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ ചില പ്രധാനപ്പെട്ട ഗുരുതരമാകുന്ന പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഇത് നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. ചിലരുടെ ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ലിവറിന് കേടായി, കിഡ്നി നഷ്ടപ്പെട്ടു പോയി, വയറിന് രോഗമായി. അതിൽ തന്നെ തുടരുകയാണെങ്കിൽ ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുക മാത്രമല്ല, അകാലത്തിലുള്ള മരണം വരെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു ചരക്കാണിത്. വളരെ സൂക്ഷിക്കുക. ഇനി മറ്റൊരു മേഖലയാണ് ഇതിന്റെ പരിണിത ഫലമായിട്ട് അൺഗോഡ്ലി സോൾ ടൈസ് ഉണ്ടാകാം. ഈ പറയുന്ന വെബ്സൈറ്റുകളുമായിട്ടെല്ലാം സോൾ ടൈസ് ആണ്. വ്യത്യസ്തമാകുന്ന സോൾ ടൈസ്, പ്രാണബന്ധനങ്ങൾ ഉണ്ടാകും. അത് ബഹുവിധമാകുന്ന കുരുക്കുകൾ നിങ്ങളിൽ വരുത്തുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണമേന്മ, സന്തോഷം, സമാധാനം ഇതൊക്കെ ഇല്ലാതാക്കി ജീവിതം ഒരു നരകമാക്കി തീർക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഷ്ടമാകുന്നു, ഒരു പരിണിത ഫലമാകുന്നു ലൈംഗിക വിശുദ്ധി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ലൈംഗിക നിഷ്കളങ്കത നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ പാതിവൃത്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈംഗിക വിശുദ്ധി നഷ്ടപ്പെടുന്നു, ലൈംഗിക നിഷ്കളങ്കത നഷ്ടപ്പെടുന്നു, പാതിവൃത്യം നഷ്ടപ്പെടുന്നു. മാത്രവുമല്ല, നിങ്ങൾ പുറത്തിറങ്ങി മറ്റുള്ളവരെ നോക്കുമ്പോൾ, വിശേഷിച്ചും നിങ്ങളൊരു പുരുഷനാകുന്നുവെങ്കിൽ സ്ത്രീകളെ നോക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ സ്ത്രീകളെ ഒരു ലൈംഗിക വസ്തുവായിട്ട് കാണുവാൻ തുടങ്ങും. ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അടിമയാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റു പുരുഷന്മാരെ കാണുമ്പോൾ ഒരു ലൈംഗിക വസ്തുവായി, ഒരു ലൈംഗിക ചരക്കായിട്ട് നിങ്ങൾ ആ പുരുഷനെ കാണുവാൻ തുടങ്ങും. ഏറ്റവും ഗുരുതരമാകുന്ന പരിണിത ഫലമാകുന്നു ലൈംഗിക പാപങ്ങൾ. പോണോഗ്രാഫി കണ്ടതിന് ശേഷം ലൈംഗിക പാപത്തിൽ ചെന്ന് വീഴും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വയഭോഗം എന്ന് പറയുന്നത്. അങ്ങനെ സ്വയഭോഗത്തിൽ വീഴുന്നവരുടെ കൈകളിലും അവരുടെ പ്രൈവറ്റ് പാർട്ടിലും ദുരാത്മാക്കൾ ഇരിക്കുന്നു. അവരുടെ കൈകൾ സ്വതന്ത്രമല്ല, അവരുടെ പ്രൈവറ്റ് പാർട്ട് സ്വതന്ത്രമല്ല. അവിടെ ദുരാത്മാക്കൾ ആവസിക്കുകയാണ്.
സ്വയഭോഗം ചെയ്യാതിരിക്കുവാൻ കഴിയുകയില്ല. ഇത് പുരുഷന്മാരുടെ ഇടയിൽ മാത്രമല്ല, എന്തിനേറെ പറയുന്നു, സ്ത്രീകൾ പോലും പോണോഗ്രാഫിക്ക് അടിമകളായി തീരുമ്പോൾ സ്വയഭോഗത്തിൽ ചെന്ന് വീഴുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും? പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്, പാപത്തെ നിങ്ങൾ വെറുക്കുവാൻ തയ്യാറാകണം. എബ്രായ ലേഖനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. എബ്രായ ലേഖനത്തിൽ അതിന്റെ 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ സ്വഭാവത്തെ, ഈ വൃത്തികെട്ട സ്വഭാവത്തെ വെറുക്കാൻ തുടങ്ങണം. ഇതിൽ നിന്ന് സുഖം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്ലഷർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, വീണ്ടും ഇതിൽ നിന്ന് പ്ലഷർ കിട്ടുവാൻ വേണ്ടിയുള്ള ആഗ്രഹമാകുന്നുവെങ്കിൽ ഇത് തുടരും. ആ സ്വീകരിച്ച സകല സുഖങ്ങളെയും തിരസ്കരിക്കണം, അതിനെ റിനൗൺസ് ചെയ്യണം. ഇന്നുവരെ സ്വീകരിച്ച ഈ വൃത്തികെട്ട പ്രവൃത്തിയിൽ നിന്ന് ഇന്നുവരെ സ്വീകരിച്ച സകല പ്ലഷറിനെയും ഞാൻ, സകല സുഖത്തെയും ഞാൻ റിനൗൺസ് ചെയ്യുന്നു, ഞാൻ തിരസ്കരിക്കുന്നു, ഞാൻ അതിനെ വെറുക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ അതിനെ വെറുക്കുന്നു. പാപത്തോട് പോരാടുന്നതിൽ പ്രാണനെ കൊടുക്കുവാൻ വരെ ഞാൻ തയ്യാറാകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് വരണം. പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. ഈ കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജഡം മരിക്കട്ടെ. റോമാലേഖനത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ അവിടെയും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. 8-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, ജഡീക പ്രവൃത്തികളെ മരിപ്പിക്കുക, ഇത്തരത്തിലുള്ള ലൈംഗിക പ്രവൃത്തികളെ മരിപ്പിക്കുക. കൊലോസി ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോൾ അതിനെ ഉപേക്ഷിക്ക. ഇനി എന്തിനാ അതിനെ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്നത്? യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം ഇങ്ങനെയുള്ള സകല അവയവങ്ങളെയും മരിപ്പിക്കണം. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ഇതിനെല്ലാം മരിപ്പിക്ക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ഇതിനെ വെറുക്കുക, ഈ അവയവങ്ങളെ മരിപ്പിക്കുക. പാപത്തെ വെറുത്ത് മാനസാന്തരപ്പെടുക. ഇതുവരെ സ്വീകരിച്ച സുഖങ്ങളെ റിനൗൺസ് ചെയ്യുക, തിരസ്കരിക്കുക, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വെറുക്കുക. രണ്ടാമതായിട്ട് ദുരാത്മാക്കളെ പുറത്താക്കുക. ഒരു ഡെലിവറൻസ് മിനിസ്ട്രി തന്നെ ആവശ്യമാണ്. ഇവിടെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങളെ നേരിടുവാൻ കഴിയുകയില്ല എങ്കിൽ, ദുരാത്മാക്കളെ നിങ്ങൾക്ക് തന്നെ പുറത്താക്കുവാൻ കഴിയുകയില്ല എങ്കിൽ, ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച, ശുശ്രൂഷയുള്ള, പ്രത്യേകിച്ച് ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയും ഇന്നർ ഹീലിംഗും അറിയാവുന്ന ഒരു ദൈവദാസനെ കണ്ടുമുട്ടുകയും ആ ദൈവദാസനുമായിട്ട് ആശയവിനിമയം നടത്തുക. കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ എങ്ങനെ നേരിടണമെന്നറിയാം. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഈ ബാല്യകാലം മുതലുള്ള കാര്യങ്ങൾ വിശകലനത്തിന് വിധേയമാക്കി നിങ്ങളെ ഒരു പ്രാർത്ഥനയിലൂടെ കടത്തിവിട്ട് ആ ദുരാത്മാക്കളെ പുറത്താക്കുകയാണെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം ആരംഭിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ആ വിടുതൽ ശുശ്രൂഷയിലൂടെ ആരംഭിക്കുന്നു. ആ വിടുതൽ ശുശ്രൂഷയ്ക്ക് ഒരു മച്വറായിട്ടുള്ള ദൈവദാസിന്റെ സഹായം നിങ്ങൾ തേടുക. ഇനി മറ്റൊരു മേഖലയാണ് നിങ്ങൾ ഫോൺ ഉപയോഗം. ഇങ്ങനെയുള്ള ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഇതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നവരാകുന്നുവെങ്കിൽ ആ ജോലി ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക. മറ്റു സമയങ്ങളിൽ പരമാവധി ഇത് കുറയ്ക്കുക. നിങ്ങളുടെ ഫോണും കൈകളിലെടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ
മാത്രമല്ല, വിടുതൽ സ്വീകരിക്കേണ്ട നിങ്ങളുടെ ഫോണിനെയും പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് വിടുവിക്കണം. ഈ ഫോണിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടി ഇതിനെ ശുദ്ധീകരിക്കണം. ടാബ്ലറ്റിനെയും എക്യുപ്മെന്റുകളെയും ഒക്കെ പ്രാർത്ഥിച്ച് അശുദ്ധമായതൊന്നും ഇതിൽ വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ വരത്തില്ല. ആവശ്യമില്ലാത്തതൊന്നും വരത്തില്ല. ആവശ്യമില്ലാത്തതൊന്നും വരത്തില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായി ധൈര്യത്തോടു കൂടിയാണ് പറയുന്നത്. ആവശ്യമില്ലാത്തതൊന്നും ഇതിനകത്ത് വരത്തില്ല. ഒരൊറ്റ ആവശ്യമില്ലാത്ത ചിത്രം നിനക്ക് കാണേണ്ടതായിട്ട് വരത്തില്ല. മറ്റൊരു മേഖല ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തെ വ്യായാമങ്ങൾക്ക് വിധേയമാക്കുക. മാത്രവുമല്ല, ഈ ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണ കാര്യങ്ങളിൽ ക്രമീകരണം കൊണ്ടുവരിക. ഈ ശരീരത്തിന് കൊടുക്കുന്ന ആ ഉറക്കവുമായുള്ള ബന്ധത്തിൽ നേരത്തെ തന്നെ ഉറങ്ങുവാൻ തയ്യാറാകുക. ഒരു 9:30-10 മണിക്കുള്ളിൽ ഉറങ്ങുക. വൈകി ഉറങ്ങുന്ന ആ സ്വഭാവത്തിന് താൽക്കാലികമായിട്ടെങ്കിലും മാറ്റം വരുത്തുക. ഈ ഒരു മേഖലയിൽ വിജയം നേടിയിട്ട് നിങ്ങൾ അതിന് തയ്യാറായാൽ മതി. മാത്രവുമല്ല, നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പരസ്യ സ്ഥലത്ത് എല്ലാവർക്കും കാണുവാൻ കഴിയുന്ന നിലയിൽ ആ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ വയ്ക്കുക. ഐപാഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുവാൻ കഴിയുന്ന നിലയിൽ അതിൻ്റെ സ്ക്രീൻ വയ്ക്കുക. രാത്രിയിൽ നേരത്തെ ഉറങ്ങുക. രാവിലെ തന്നെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുക. നിങ്ങളുടെ ദിവസം നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. രഹസ്യമായിട്ടുള്ള സമയങ്ങൾ പരമാവധി ഒഴിവാക്കുക. മുറി അടച്ചിരിക്കുന്ന സ്വഭാവം അത് ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ആ നിലയിൽ നിങ്ങളുടെ ദിനംതോറുമുള്ള ജീവിതക്രമത്തിനും മാറ്റങ്ങൾ കൊണ്ടുവരിക. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നുവെങ്കിൽ ഉപവസിക്കുക. ദൈവത്തെ ആരാധിക്കുക. അഭിഷേകമുള്ളവരുമായിട്ട് സഹകരിക്കുക. ഈ മേഖലയിൽ വിജയം നേടിയവരുമായിട്ട് ആശയവിനിമയം നടത്തുക. നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയതിന് ശേഷം ചില നാളുകൾ നിങ്ങൾ ഒരു മെന്ററുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും വീണ്ടും ഒരു പരീക്ഷണം വരികയാണെങ്കിൽ ആ മെന്ററിനോട് നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയണം. എനിക്ക് ടെംപ്റ്റേഷൻ വരുന്നു, ഉടൻ തന്നെ ഫോൺ എടുത്ത് അദ്ദേഹത്തെ വിളിക്കണം. എനിക്ക് ടെംപ്റ്റേഷൻ വരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിയെത്തുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ആ നിലയിൽ ചില നാളുകൾ പരിശുദ്ധാത്മാവിനോട്, നിങ്ങളെ സഹായിക്കുന്ന ആ മെന്ററോട് സഹകരിക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ട് ഈ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് അഥവാ ഫോണോഗ്രാഫിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ കഴിയും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ അടിമത്വമുള്ളവരെ അങ്ങ് സ്വതന്ത്രമാക്കണമേ. ഫോണോഗ്രാഫിയുടെ അടിമത്വത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ സ്വതന്ത്രമാക്കണമേ. ഒരു വലിയ വിടുതൽ കർത്താവ് അവരുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഘം ചേർന്ന് വന്ന് ആക്രമിക്കുന്ന ദുരാത്മാക്കൾ, തലവനും തലവന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളും ഒരുമിച്ച് ഇപ്പോൾ ബന്ധിക്കപ്പെട്ട് ഇവരെ വിട്ട് പുറത്തു പോകട്ടെ. ഒരു വലിയ അത്ഭുതം കർത്താവ് ഈ പ്രിയപ്പെട്ടവരിൽ ചെയ്യണമേ. ഇതുവരെ അവർ സ്വീകരിച്ച സകല സുഖങ്ങളെയും റിനൗൺസ് ചെയ്യുവാൻ, ഉപേക്ഷിക്കുവാൻ, വെറുക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമേറിയ മാനസാന്തരം കൊടുക്കണം കർത്താവേ. ആഴമേറിയ മാനസാന്തരം കൊടുക്കണം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷനിലേക്ക് കൊണ്ടുവരണം. എല്ലാ കുറ്റബോധത്തിൽ നിന്നും, സെൽഫ് കണ്ടംനേഷനിൽ നിന്നും ഈ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ലജ്ജയിൽ നിന്നും ഇവരെ വിടുവിക്കണം കർത്താവേ. ഇതിനെല്ലാം കാരണമാകുന്ന ബാല്യകാല സംഭവങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം ആന്തരിക സൗഖ്യത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആധുനിക കാലത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഇതിവരുടെ മേൽ വന്നിരിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ ഇവർക്കൊരു വലിയ വിടുതലിനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണം കർത്താവേ. അകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ അനുവദിക്കാതെ ആയുസ് പൂർത്തിയാകുവാൻ തക്കവണ്ണമുള്ള ഒരു സൗഖ്യം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാരണം മുഖാന്തരമായിട്ട് രോഗികളായവർ യേശുവിൻ നാമത്തിൽ ആ രോഗബാധകളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ സമാധാനവും വലിയ സ്വസ്ഥതയും വലിയ വിടുതലും വലിയ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ ജനത്തിന് മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധമായി ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. സാക്ഷി ഏൽപ്പിക്കുന്നു.
യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം കാണുവാൻ നിങ്ങൾക്ക് കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.